എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. ഈ തവണ പ്രാഥമിക പരീക്ഷയ്ക്ക് 20 മാർക്കിനാണ് ഭൂമിശാസ്ത്രം എന്ന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രധാനമായും കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും 10 വീതം മാർക്കിന് ചോദ്യങ്ങൾ വരാം. പ്രാഥമിക പരീക്ഷ ആണെങ്കിലും പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ആഴ്ന്നിറങ്ങി പഠിക്കേണ്ടതുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ SCERTക്ക് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവ് എന്നിവയാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇന്ത്യയുടെ മാനകരേഖാംശം, ഉത്തരായന രേഖ, ഉത്തരപർവ്വത മേഖല, ഹിമാലയൻ നിരകൾ, ചുരങ്ങൾ എന്നിവ പ്രത്യേകമായും പഠിക്കണം. ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, ദേശീയ ജലപാതകൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി എന്നീ മേഖലകളിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്നത്. അതേപോലെ LGS എക്സാമിൽ ഹിമാലയൻ നദികൾ, അവയുടെ പോഷകനദികൾ ചേരുംപടി ചേർക്കാനും പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നും ഉത്തരമഹാസമതലത്തിന്റെ പ്രത്യേകതയും ഉപദ്വീപീയ നദിയുടെ സവിശേഷത അല്ലാത്തത് ഏത് എന്നും ചോദ്യങ്ങൾ വന്നു. കൂടാതെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, വിന്ധ്യ സത്പുര നിരകൾ, തീരപ്രദേശം, ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ, അതിർത്തികൾ എന്നിവയും ആഴത്തിൽ പഠിക്കണം. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ കൂടി പഠിക്കുന്നതോടൊപ്പം സാമ്പത്തിക ശാസ്ത്രം എന്ന സിലബസിൽ എടുത്തു പറയാത്തതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം, പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണ കമ്മീഷൻ എന്നിവ കൂടെ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് എന്നിങ്ങനെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന മേഖലകൾ. ഇതിൽ പ്രധാനമായും അടിസ്ഥാന ഭൂമിശാസ്ത്ര വിവരങ്ങളായ ഭൂപ്രകൃതി, കേരളത്തിൻ്റെ വിസ്തീർണം, തെക്ക് വടക്ക് ദൂരം, ജനസംഖ്യയെയും സാക്ഷരതയെയും സംബന്ധിച്ച വസ്തുതകൾ, തലങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ കൃത്യമായും നോക്കേണ്ടതുണ്ട്. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ കടന്നുവരുന്ന മേഖലയാണ് നദികളും കായലുകളും. അതിൽ കേരളത്തിൻ്റെ പ്രധാന നദികൾ, അവയുടെ ഉത്ഭവം, പതനസ്ഥാനം, ഒഴുകുന്ന ജില്ലകൾ, കായലുകൾ, ശുദ്ധജല തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ആഴ്ന്നിറങ്ങി പരിശോധിക്കണം. കേരളത്തിലെ കാലാവസ്ഥ, പ്രധാന മണ്ണിനങ്ങൾ എന്നീ മേഖലയിലെ ചോദ്യങ്ങൾ PSC പരീക്ഷകളിലെ സ്ഥിര സാന്നിധ്യമാണ്. കേരളത്തിലെ അണക്കെട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, താപ വൈദ്യുത പദ്ധതികൾ, പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ, കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവ വളരെ പ്രാധാന്യമേറിയ വിഷയങ്ങളാണ്. അതേപോലെ തന്നെ PT ഉഷ, ഷൈനി വിൽസൺ, അഞ്ജു ബോബി ജോർജ് അടക്കമുള്ള കേരളത്തിലെ പ്രധാന കായിക താരങ്ങൾ, പ്രഥമ കേരള ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, കേരളത്തിൻ്റെ മെഡൽ നേട്ടങ്ങൾ എന്നിവ കൃത്യമായി പഠിച്ചിരിക്കണം. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങൾ കൂടെ ചെയ്ത് പരിശീലിച്ചാൽ 20 മാർക്കും ഉറപ്പിക്കാൻ കഴിയും. കേരള PSC നടത്തുന്ന 10th ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ഭൂമിശാസ്ത്രം വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അബിൻ ഉള്ളൂർ. നാളെ 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ ഭരണഘടന എന്ന വിഷയത്തെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.